ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ മണി സേവിങ് ശീലിക്കാം, അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് എങ്ങനെ ശീലിക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചിലവ് മിതമായിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നതാണ് കാര്യം. അപ്പോൾ നമ്മൾ കിച്ചണിൽ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡൊക്കെ പാകം ചെയ്ത് കഴിക്കാനും പറ്റും. നമുക്ക് മണി കുറച്ചൊക്കെ സേവ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം വെക്കേഷൻ ടൈമൊക്കെയാണ്, മക്കളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി പൈസ പോലും ആകത്തുമില്ല. അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും. ഞാനിവിടെ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് റെഡിയാക്കുന്നത്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും, ഒരാഴ്ചയൊക്കെ ഇരുന്നോളും. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ലിറ്റർ പാലും ഈ കൂടെ തന്നെ 18 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് മിൽക്ക് പൗഡറും ചേർത്തു. പിന്നെ അത് ഈ വലിപ്പത്തിലുള്ള കയ്യിൽ 2 കയ്യിൽ പഞ്ചസാര, മധുരം നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഇത് പാകമായിരുന്നു. ഇനിയിപ്പം നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ, വെറും 2 or 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി തുടങ്ങും. നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്സ് ഒക്കെ എന്താണോ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മിൽക്ക് പേട. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും ഇത് വാങ്ങാറുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ കുറുകി തുടങ്ങി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. 1/2 ലിറ്റർ പാലുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പാലിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ വലിയ പാനും എടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ അതനുസരിച്ച് കൂടുതൽ ചേർക്കുകയും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പാനിൽ നിന്ന് വിട്ട് വന്നിനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തൊടാവുന്ന ആ ഒരു ചൂടിൽ നമ്മളിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഒത്തിരി തണുത്ത് പോയാൽ പിന്നെ ഇത് പാടാണ്. അതുകൊണ്ട് ഇളം ചൂടിൽ നമ്മളിത് ഷേപ്പാക്കി എടുക്കുകയും കൂടി ചെയ്യാം. നമ്മളിത് റെഡിയാക്കുമ്പോൾ ഇതിനകത്തേക്ക് നട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും കട്ട് ചെയ്ത് ചേർക്കരുത്. അപ്പോൾ ആ ഒരു മിൽക്ക് പേടയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഇത്രയും മാത്രം മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരമാണ് ഇത് ചെയ്തത്. നാളെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല കട്ടിയായിക്കോളും. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. 1/2 ലിറ്റർ പാൽ കൊണ്ട് നമുക്ക് ഇത്രയധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം പുറത്തുനിന്ന് വാങ്ങാനായിട്ട് 10 രൂപയൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മല്ലിയില കുറേ കാലം കേടാകാതെ സ്റ്റോർ ചെയ്യാനുള്ളൊരു ടിപ്പാണ്. ആദ്യം തന്നെ മല്ലിയിലയുടെ ആ ഒരു വേര് ഭാഗം കട്ട് ചെയ്ത് കളയുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഒരു കോഴിമുട്ട ഇതിൻ്റെ നടുക്കേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പർ വെച്ചും അതുപോലെ തന്നെ നമ്മളിത് വെള്ളത്തിൽ കുപ്പിയിലാക്കി അങ്ങനെയൊക്കെ വെക്കാറുണ്ട്. അതിലൊക്കെ കൂടുതൽ കാലം നിൽക്കുന്നത് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ അതേ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ കിച്ചണിലേക്കുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, ഗ്രോസറി ഇതെല്ലാം നമ്മൾ ഒരുപാട് വാങ്ങുന്നു എന്നതിലല്ല, വാങ്ങുന്ന ഐറ്റംസ് നമ്മൾ എങ്ങനെ കേടാകാതെ നമ്മൾ സൂക്ഷിച്ച് അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ഉള്ളിത്തീയൽ അല്ലെങ്കിൽ ഉള്ളിക്കറിയാണ് വെക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കണം. ചെറിയുള്ളിയും കുറച്ച് തേങ്ങ കൊത്തിയിട്ടതും കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം അരിഞ്ഞിട്ട് പിന്നെ തേങ്ങ വറുത്തരയ്ക്കണം. തേങ്ങയും ഈ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 5-6 വറ്റൽമുളകും 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തതാണ്. ഇനി ഇത് ഇളം ചൂടോടുകൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ചൂടുമാകരുത്, ഒരുപാട് തണുത്തും പോകരുത്. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മാത്രമൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് വാളംപുളിയും കൂടെ ഒക്കെ ഒന്ന് ചേർത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ റെഡിയാക്കാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ ഉള്ളിത്തീയൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു 100 ഗ്രാമൊക്കെ വരുന്നുള്ളൂ. അതിന് തന്നെ 120 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലൊരു 10-15 ചുവന്നുള്ളി എടുത്താൽ നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 2 ദിവസത്തേക്ക് നമുക്കിത് കറിയാക്കാൻ പറ്റും. മറ്റേ 100 ഗ്രാമൊക്കെ എന്ന് പറയുമ്പോൾ എന്താ ഒരു 2-3 പേരുള്ള വീട്ടിൽ നമുക്ക് 1 സ്പൂൺ വീതം ഒന്നും എടുക്കാൻ പോലും ഇല്ല. അപ്പോൾ അത്രയ്ക്ക് റേറ്റാണ് ഇതിനൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ. അത്ര നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ പാക്കറ്റ് വരുന്ന ഉള്ളിത്തീയലിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയത്തുമില്ല. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പം ചിലപ്പോൾ ഒരുപാട് പുളിയൊക്കെ ആയിരിക്കും, ഇല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടേസ്റ്റിന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് 2-3 ദിവസം എന്തായാലും ഇത് കൂട്ടാനും പറ്റും. അപ്പോൾ അത് ഇനി നമ്മൾ ഈ ഉള്ളിത്തീയലിലേക്ക് കടുക് വറുത്തിടുന്നു. അത്ര മാത്രമേ ഉള്ളൂ പണി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ പാക്കറ്റിൽ വരുന്ന കറി ഐറ്റംസ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ ലാഭം. നമുക്ക് മണി സേവിങ്ങും അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും ഹെൽത്ത് വൈസും നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതാണ് നല്ലത്.
അപ്പോൾ ഇതുപോലെ ഉള്ളിത്തേൽ മാത്രമല്ല അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിപ്പം വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വരെയും കിട്ടും. അപ്പോൾ അതിലൊക്കെ നല്ല നമ്മൾ അല്പം ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ അതൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമല്ലേ, അപ്പോൾ നമുക്ക് എപ്പോഴും പുറത്ത് പോയി ഷേക്കൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അത് 1/2 ലിറ്റർ പാലുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാൻ ഒത്തിരി കട്ടിയാക്കിയില്ല, കുറച്ച് കട്ടിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 2 ചെറുപഴവും, ഞാൻ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ബ്രോക്കൺ ആയിട്ടുള്ള കാഷ്യൂനട്ട്, ഇതാണെങ്കിൽ മറ്റേ ഫുള്ളായിട്ടുള്ളതിൻ്റെ അത്രയും വിലയില്ല, അതും ഒരു 10-15 ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, അല്പം ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഹാപ്പി, നമ്മളും ഹാപ്പി. അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് നമുക്കിതാണല്ലോ നല്ലത്. പിന്നെ പുറത്തൊരു ഷേക്കൊക്കെ കഴിക്കണമെങ്കിൽ എന്തായാലും 100, 120, 80 ആ ഒരു റേറ്റൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് 3-4 പേർക്ക് കഴിക്കാനും പറ്റും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എന്നും തന്നെ നമ്മുടെ കിച്ചണിൽ വേണ്ട ഒരു കാര്യമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തീരെ ഒരു 10-15 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി, ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരാഴ്ചത്തേക്കുണ്ട് ഇത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത കറികൾ റെഡിയാക്കാം. മാർക്കറ്റിൽ ഇപ്പോൾ ഇതും നമുക്ക് പല ബ്രാൻഡിലുള്ളത് കിട്ടും, പക്ഷേ എനിക്ക് എപ്പോഴും വിശ്വാസം നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെഡിയാക്കിയാൽ മതിയല്ലോ. ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു 3-4 പീസ് ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. മണി സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് അത്. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മുരിങ്ങക്ക കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തീരെ ചെയ്ത് വെക്കുന്നത്. മുരിങ്ങക്ക വാങ്ങിച്ചിട്ട് അതിൻ്റെ തൊലിയൊന്ന് ചീവിയിട്ട് നമ്മൾ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത് ഒരു ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്ക് കറികളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. മുരിങ്ങക്കയ്ക്കൊക്കെ എപ്പോഴും നല്ല വിലയുള്ളൊരു പച്ചക്കറി തന്നെയാണല്ലേ. ഇതിൻ്റെ വിലയുടെ മാത്രമല്ല, നമുക്കിത് എപ്പോഴും കിട്ടാത്തൊരു വെജിറ്റബിളാണ്. കാരണം ഇത് ചിലപ്പോൾ സീസണിൽ മാത്രമേ ഇങ്ങനെ കടകളിലൊക്കെ ഇരിക്കുന്നുള്ളൂ, എന്നും തന്നെ ഇത് ചിലപ്പോൾ കാണണമെന്നില്ല. അതുകൊണ്ട് ഇത് കിട്ടുന്ന സമയത്ത് സീസണിൽ റേറ്റും ഒക്കെ കുറവുള്ളപ്പോൾ നമ്മൾ ഇതുപോലെ വാങ്ങി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാം. ഇത് ഫ്രീസറിൽ വെക്കണമെന്ന് മാത്രം. പിന്നെ ആവശ്യത്തിന് നമ്മൾ 8-10 കഷ്ണം എടുത്തിട്ട് നമ്മൾ കറിക്ക് ചേർത്താൽ മതി. ഇത് നമ്മുടെ ബേ ലീഫാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് എടുത്താൽ മതി, ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ അതേ നമ്മൾ മുരിങ്ങയ്ക്ക ഒരാഴ്ച മുമ്പ് ചെയ്ത് വെച്ച് ഞാനിപ്പോൾ ഇടയ്ക്ക് 3-4 പ്രാവശ്യം എടുത്തു, അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഫ്രീസ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി തിരിച്ച് ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീട്ടമ്മമാരൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആകാതെയും അതുപോലെ തന്നെ കുറച്ച് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്താൽ ഹെൽത്തി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ റെഡിയാക്കി കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തും കൂടെ നോക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടൊക്കെ ഇരിക്കുക.